ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഭട്ടൂരയുടെ റെസിപ്പിയും അതുപോലെ തന്നെ അതിലോട്ട് നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു ചന മസാലയുമാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തലേ ദിവസം രാത്രി ഒന്ന് മാവൊന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഭട്ടൂരയ്ക്ക് വേണ്ട മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഇത് വെക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് ഈസ്റ്റോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ തലേ ദിവസം കുഴച്ച് വെച്ചെങ്കിൽ നമ്മൾ ഭട്ടൂര നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദ, 1/2 കപ്പ് ആട്ട, 1/4 കപ്പ് റവ, ഈ ഒരു കപ്പിനാണ് 3 എടുത്തിട്ടുള്ളത്. 1 കപ്പ് കറക്റ്റ് മൈദ എടുത്തു, 1/2 കപ്പ് കറക്റ്റ് ആട്ട, അതുപോലെ 1/4 കപ്പ് റവ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ഗീ കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നെയ്യും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സാക്കി എടുക്കാം. ഒന്നെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ആ കപ്പിലോട്ട് ഏകദേശം 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ തൈര് അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. പുളിയില്ലാത്ത തൈരാണെങ്കിൽ നിങ്ങൾ 1/4 കപ്പോളം തൈര് തന്നെ എടുക്കുക. ബാക്കി ഉള്ളത് നമുക്ക് പാലെടുക്കാം. അപ്പോൾ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പാല് എടുക്കാൻ വേണ്ടിയിട്ട്. പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് തന്നെ എടുക്കാം കേട്ടോ. 1/4 കപ്പ് പാലെന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു മിക്സിൽ നിന്ന് ആവശ്യത്തിനുള്ളത് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഇത് ഫുള്ള് വേണ്ടി വരും എന്ന് വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഒഴിക്കണം നിൽക്കണ്ട. കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ ഈ ഉണ്ടാക്കി വെച്ച മിക്സ് കറക്റ്റായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. റവ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഏകദേശം 1 കപ്പോളം തൈരും പാലും കൂടി വേണ്ടി വരും കേട്ടോ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ഉണ്ടാക്കിയ മിക്സ് കുറവാണെങ്കിൽ തൈരോ പാലോ ചേർത്ത് കൊടുത്തിട്ട് ഒരു പാകത്തിന് ഏകദേശം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് കുഴയണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ഭട്ടൂര നല്ല സോഫ്റ്റ് ആയി വരുള്ളൂ. പിന്നെ മാത്രമല്ല ഇത് തലേ ദിവസം കുഴച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ പണിയും കുറവായിരിക്കും. ഇത് കുഴക്കുന്ന പണി നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. തലേ ദിവസം രാത്രി ഒരു 10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ചിലവഴിച്ചാൽ മതി കേട്ടോ. നമ്മളെ ഭട്ടൂര നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഇത് പരത്തിയിട്ട് പൊരിച്ചെടുക്കാനുള്ള പണി ഉണ്ടാവുള്ളൂ. ഇനി അപ്പോൾ ഇത് അത്യാവശ്യം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബൗളിലും അതുപോലെ തന്നെ ഈ ഒരു മാവിൻ്റെ പുറത്തുനിന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നമുക്ക് ചന മസാലക്കുള്ള വെജിറ്റബിൾസ് ഞാൻ എടുത്തതാണ്. 2 സവാള, 2 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ്, 2 തക്കാളി, പിന്നെ അതുപോലെ 1 കക്കരിക്കയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു 3-4 എടുക്കട്ടോ. അത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 2 എടുത്തതാണ്. പിന്നെ ചന ഞാൻ ഇതുപോലെ വെള്ളത്തിൽ ഒരു ദിവസം വെച്ച് കുതിർത്തിയതിന് ശേഷം ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറുള്ളത്. തലേ ദിവസം വെള്ളത്തിലിടാൻ മറക്കുമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കുതിർത്തിയിട്ട് ഇതുപോലെ ഫ്രീസറിൽ വെക്കണം. ഞാൻ പിന്നെ നമുക്ക് തലേ ദിവസം വെള്ളത്തിലിടാൻ മറന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടുള്ളൂ. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു 1.5 സവാള ഇട്ട് കൊടുക്കട്ടോ. 2 സവാളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1.5 ഭാഗമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഹാഫ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 ഈ തുടക്കത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ എടുത്ത് വെച്ച 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂണോളം അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ വെക്കേണ്ടത്, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച 2 തക്കാളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി നല്ല പോലെ ഒന്ന് ഉടച്ചിട്ട് ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച പൊട്ടാറ്റോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഏകദേശം ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷമാണ് കേട്ടോ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതിന് ശേഷം നമുക്ക് 1 കപ്പ് നമ്മുടെ ചന ഇട്ട് കൊടുക്കാം. ഞാൻ കുതിർത്തിയതിന് ശേഷം 1 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചന കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 കപ്പ് കുതിർത്തിയതിന് ശേഷം ഉള്ള ആ ഒരു അളവിലുള്ളത് 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുതിർന്ന് വരുമ്പോൾ കുറച്ച് ചന കുറച്ച് വലുതാവും, അപ്പോൾ അതിനനുസരിച്ച് 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇതിലോട്ട് നമ്മൾ തിളച്ച വെള്ളം ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇന്ന് തലേ ദിവസം കുഴച്ച് വെച്ച നമ്മുടെ മാവാണ് ഭട്ടൂരയുടെ. ഇതിന് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വലിപ്പമുള്ള ബോളുകളാക്കിയിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കിത് വലിയ ബോൾസാണ് കേട്ടോ നമ്മൾ ആക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ബോൾസ് പരത്തിയതിന് ശേഷം നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് നമ്മൾ ചെറിയ നമ്മൾ പൂരിയുടെ വലിപ്പമുള്ള ബോൾസുകളാക്കിയിട്ട് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം, പൂരിയൊക്കെ പൊരിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ചപ്പാത്തിയുടെ വലിപ്പമുള്ള ഒരു ഇതാക്കിയിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്ര വലിപ്പമുള്ള ബോൾസാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇതിൽ പൊടിയൊന്നും ഇടാതെ ജസ്റ്റ് ഒന്ന് പരത്തി ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ടോ, പൊടി ഇടാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് കുറച്ച് കട്ടി വേണം കേട്ടോ. കട്ടി ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരുള്ളൂ, പറ്റ നൈസായിട്ട് പരത്താൻ പാടില്ല. ഈ ഒരു കട്ടിക്കാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾക്കൊരു കത്തിയോ അല്ലെങ്കിൽ പിസ്സ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെറുതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. 4 ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എളുപ്പമുണ്ട് ഫ്രൈ ചെയ്യാൻ. കാരണം ഒന്ന് പരത്തി നമുക്ക് 4 ആക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രൈ ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. എണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കേണ്ടത്. കാരണം അപ്പോഴേ നല്ല പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിം നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ഫ്ലെയിം മാറ്റുക. അതിന് ശേഷം നമുക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കട്ടോ. ആദ്യം ആ ഒരെണ്ണം ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങനെ ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇതുപോലെ പൊങ്ങി വരും. ഈ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് 1 പീസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ പൊങ്ങി വന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് ഇതുപോലെ വേറെ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. 2 എണ്ണം ഒപ്പം ഇട്ട് കൊടുക്കാൻ പാടില്ല. കാരണം 2 ഒപ്പം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൊങ്ങി വരുന്ന സമയത്ത് എങ്ങോട്ടും മാറുന്നതെന്ന് അറിയില്ല. അപ്പോൾ 2 പൊങ്ങാതെ ആയി വരും. അപ്പോൾ ഒന്നിട്ട് പൊങ്ങി വന്നതിന് ശേഷം വേറെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേറെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതെടുത്താലും മതി. എളുപ്പം പരിപാടി കഴിയും 2 എണ്ണം ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ. പിന്നെ ചെറിയ ഇതുപോലുള്ള ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. വലിയ ചട്ടിയിലിട്ടിട്ട് കുറേ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വലിയ ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റ് ആവും. പിന്നെ ആ ചൂടായ എണ്ണ നമുക്ക് പിന്നെയും വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് കേടാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചീനച്ചട്ടിയിൽ ഇതുപോലുള്ള ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണയെ വേസ്റ്റ് ആവത്തുള്ളൂ. ആ ഒരു ബാക്കിയുള്ള എണ്ണ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റും. അപ്പോൾ കൂടുതൽ എണ്ണ ഇതുപോലെ പിന്നെ ഫ്രൈ ചെയ്തിട്ട് വേസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിതെന്താ പുറത്തോട്ട് ഒഴിവാക്കാനും വേദനയായിരിക്കും, പിന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റൂല, അങ്ങനെ ഒരു ഇതിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നിട്ടിട്ട് ഇതുപോലെ പൊങ്ങി വന്നാൽ വേറെ എന്നുള്ള രീതിയിൽ ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പൂരി പൊരിക്കുന്ന പോലെ നിങ്ങൾക്ക് പത്തിരി പ്രസ്സിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിയാണ്. നമ്മൾ ഇതുപോലെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചന മസാല 2 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. 3ാമത്തെ വിസിൽ വന്ന സമയത്ത് ഞാൻ ഓഫാക്കിട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച കക്കരിക്കയുടെ പകുതിയും അതുപോലെ ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ഉള്ളിയുടെ പച്ച സ്മെല്ല് ഒന്ന് പോകുന്നത് വരെ. കാരണം ഇത് പച്ച കടിക്കുമ്പോഴാണ് ഈ ഉള്ളിയും അതുപോലെ കക്കരിക്കയും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം 2 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടൂരയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടൂര പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ പരിപാടി പെട്ടെന്ന് കഴിയും. നമ്മൾ തലേ ദിവസം കുഴച്ച് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഈസ്റ്റോ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ചിക്കനൊന്നും വേണമെന്നില്ല. ഈ ഒരു ചന മസാല തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയിലോട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ബട്ടൂരയിലോട്ടും നല്ല ടേസ്റ്റാണ്. പൂരിയിലോട്ടും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റിനെ കൊടുക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.